ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അനന്തരം യഹോവയായ ദൈവം തന്റെ സ്വരൂപത്തിൽ തന്റെ സാദൃശ്യപ്രകാരം മനുഷ്യനെ സൃഷ്ടിച്ചു. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നല്ലതല്ല എന്ന് കണ്ട് അവന് തക്കതായ തുണയെ ഉണ്ടാക്കുവാൻ തീരുമാനിച്ചു. അങ്ങനെ ദൈവം മനുഷ്യനൊരു ഗാഢനിദ്ര വരുത്തി. അവൻ ഉറങ്ങിയപ്പോൾ അവന്റെ വാരിയല്ലുകളിൽ ഒന്നെടുത്ത് അതിനു പകരം മാംസം പിടിപ്പിച്ചു. ദൈവം മനുഷ്യനിൽ നിന്ന് എടുത്ത വാരിയലിനെ ഒരു സ്ത്രീ ആക്കി. സ്ത്രീകൾ നമ്മുടെ കുടുംബത്തിൽ, സമൂഹത്തിൽ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. നമ്മൾ വളരെ പ്രാധാന്യം കൊടുക്കുന്നതും അനുകരിക്കാൻ ശ്രമിക്കുന്നതുമായ അനേകം സ്ത്രീ കഥാപാത്രങ്ങളെ ബൈബിളിൽ പ്രതിപാദിച്ചിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ മാതൃകയാക്കാൻ സാധിക്കുന്നതാണ് അവരുടെ ജീവിതം. അങ്ങനെയുള്ള ചില സ്ത്രീ കഥാപാത്രങ്ങളെ സ്റ്റെസി ദുബായ് സീഡിന് സമാജാംഗങ്ങൾ നിങ്ങൾക്ക് മുമ്പായി അവതരിപ്പിക്കുന്നു. വേദപുസ്തകത്തിലെ പ്രശോഭിക്കുന്ന സ്ത്രീ രത്നങ്ങൾ. സാറ. ജാതികളുടെ മാതാവായി തീർന്ന സാറ, വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിന്റെ ഭാര്യയായ സാറ, വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തൻ എന്ന് എണ്ണുകയാൽ പ്രായം കഴിഞ്ഞിട്ടും ഒരു പുത്രന് ജന്മം കൊടുക്കുവാൻ ഭാഗ്യം ലഭിച്ച സ്ത്രീരത്നം. സാറയ്ക്ക് ഒരു കാര്യം മനസ്സിലായി: ദൈവം വാഗ്ദത്തം ചെയ്തത് നിറവേറ്റുന്നവനാണ്. ദൈവത്തിന് അസാധ്യമായത് ഒന്നുമില്ല എന്ന ഉറച്ച വിശ്വാസം സാറായ്ക്ക് ഉണ്ടായിരുന്നു. സഹനത്തിന്റെ പ്രതീകമാണ് സാറ. അതിഥി സൽക്കാരത്തിലും എല്ലാവരെയും ബഹുമാനിക്കുന്നതിലും സാറ വളരെ ശ്രദ്ധിച്ചിരുന്നു. ഹന്ന. എഫ്രൈം മലനാട്ടിൽ എൽക്കാനയുടെ ഭാര്യയായിരുന്ന ഹന്നയ്ക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നില്ല. ഹന്ന ഹൃദയം തുറന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. ഒരു പുരുഷ സന്തതി ഉണ്ടായാൽ ജീവപര്യന്തം യഹോവയ്ക്ക് കൊടുക്കാം എന്നായിരുന്നു ഹന്നയുടെ പ്രാർത്ഥന. ഇസ്രയേൽ ജനത്തിന്റെ ന്യായാധിപന്മാരിൽ ഏറ്റവും ഒടുവിലത്തെ ന്യായാധിപനായിരുന്ന ശമൂവേൽ പ്രവാചകന്റെ അമ്മയായിരുന്നു ഹന്ന. ഹന്നയുടെ സമർപ്പണവും സത്യസന്ധതയും, മടുത്തുപോകാത്ത പ്രാർത്ഥനയും വിശ്വാസവും നമുക്ക് മാതൃകയാക്കാവുന്നതാണ്. മിരിയാം. സ്ത്രീകളുടെ ഇടയിൽ മിരിയാം വളരെ സ്വാധീനം ചെലുത്തിയിരുന്നു. ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ നിന്ന് കനാനിലേക്ക് നയിച്ചു കൊണ്ടുപോകുവാൻ സഹോദരന്മാരായ മോശയോടും അഹരോനോടും കൂടെ നിന്ന ധീരയായ സ്ത്രീ. ഇസ്രായേൽ മക്കൾ ചെങ്കടലിന്റെ നടുവിൽ ഉണങ്ങിയ നിലത്തുകൂടി അക്കരെ കടന്നപ്പോൾ മിരിയാം എന്ന പ്രവാചകി തപ്പെടുത്തു. സ്ത്രീകൾ എല്ലാവരും തപ്പുകളോടും നൃത്തത്തോടും കൂടെ അവളുടെ പിന്നാലെ ചെന്നു. മിരിയാം അവരോട് പ്രതിഗാനമായി ചൊല്ലിയത്: യഹോവയ്ക്ക് പാട്ടുപാടുവിൻ, അവൻ മഹോന്നതൻ. ജനത്തിന്റെ ഇടയിൽ ദൈവബോധം ജ്വലിപ്പിച്ച് ഉജ്ജ്വല നേതൃത്വം നൽകുവാൻ മിരിയാമിന് സാധിച്ചു. ഇന്ന് നാം അനുഭവിക്കുന്ന പ്രതിസന്ധികൾക്കപ്പുറത്ത് പ്രത്യാശയുടെ ഒരു ഭാവിയുണ്ട് എന്ന് മിരിയാമിന്റെ ജീവിതത്തിൽ കൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ദെബോറ. ഇസ്രയേലിനെ ന്യായപാലനം ചെയ്ത പ്രവാചകിയായ ഏക ന്യായാധിപ ദെബോറ. ആത്മത്യാഗത്തിൻ്റെയും ധൈര്യത്തിൻ്റെയും നല്ല മാതൃകയാണ്. കനാന്യർ കാരണമുള്ള ഇസ്രയേൽ മക്കളുടെ നിലവിളി കേട്ട ദൈവം ദെബോറ മുഖാന്തരം ഇസ്രയേലിനോട് ഇടപെട്ടു. കനാന്യർക്കെതിരെയുള്ള യുദ്ധത്തിൽ തൻ്റെ കൂടെ വരണമെന്ന് ബാരാക്ക് അഭ്യർത്ഥിച്ചപ്പോൾ പിന്മാറാതെ ഇസ്രായേലിന്റെ രക്ഷകനായി ധൈര്യപൂർവ്വം ബാരാക്കിനോടും സൈന്യത്തോടും ഒപ്പം അവൾ പുറപ്പെട്ട വിജയം നേടി. ഇസ്രായേൽ മക്കൾ ന്യായവിസ്താരത്തിന് അവളുടെ അടുക്കൽ വരുന്നത് പതിവായിരുന്നു. ദൈവത്തിന്റെ വിളി കേട്ട് അത് ധൈര്യത്തോടെ അനുസരിക്കുകയും ചെയ്തതുകൊണ്ട് ജീവിതത്തിൽ വിജയം നേടുവാൻ ദെബോറയ്ക്ക് സാധിച്ചു. അവർ നേടിയ ഉജ്ജ്വല വിജയത്തെ തുടർന്ന് ദെബോറ പാടിയ സ്തോത്രഗീതം ബൈബിളിലെ ഏറ്റവും പുരാതന കവിതകളിൽ ഒന്നായി കരുതപ്പെടുന്നു. റൂത്ത്. തൻ്റെ നാടിനെയും വീടിനെയും വീട്ടുകാരെയും വിട്ട് യഹൂദ ദേശത്ത് എത്തിയ മോവാബ് സ്ത്രീയായിരുന്നു റൂത്ത്. ഇസ്രായേലിന്റെ ദൈവമായ യഹോവയിൽ ആശ്രയിക്കുകയും അമ്മായിയമ്മയായ നവോമിയോടും ചേർന്ന് നിന്നു. മരുമകളായ ഓർഭ തൻ്റെ ജനത്തിൻ്റെ അടുക്കൽ മടങ്ങിപ്പോയപ്പോൾ രൂത്ത് അമ്മായിയമ്മയോട് പറ്റി നിന്നു.
നിന്നെ വിട്ടു പിരിവാനും നിന്റെ കൂടെ വരാതെ മടങ്ങിപ്പോകുവാനും എന്നോട് പറയരുതേ. നീ പോകുന്നയിടത്ത് ഞാനും പോകും, നീ പാർക്കുന്നിടത്ത് ഞാനും പാർക്കും. നിന്റെ ജനം എൻ്റെ ജനം, നിന്റെ ദൈവം എൻ്റെ ദൈവം. നീ മരിക്കുന്നിടത്ത് ഞാനും മരിച്ച് അടുക്കപ്പെടും എന്ന ഉറച്ച നിലപാട് സ്വീകരിച്ച രൂത്ത് മരുമക്കൾക്ക് ഒരു മാതൃകയാണ്. ദൈവത്തോട് നാം വിശ്വസ്തരായിരുന്നാൽ നാം അറിയാത്ത നന്മകൾ ദൈവം നമുക്ക് നൽകും. എസ്തർ. നക്ഷത്രം. എസ്തർ വിനയവും അനുസരണവും അച്ചടക്കവുമുള്ള ഒരു യുവതിയായിരുന്നു. അഹശ്വേരോശ് രാജാവിൻ്റെ ഭാര്യയായി രാജസ്ഥാനത്ത് എത്തിയിട്ടും തൻ്റെ രാജ്ഞി പദത്തിലും കൊട്ടാരത്തിൻ്റെ സുഖലോലുപതയിലും മതിമറന്നിരിക്കാതെ തൻ്റെ വളർത്തച്ഛനായ മൊർദെഖായിയുടെ ആലോചന പ്രകാരം എസ്തേറിൻ്റെ ജീവൻ നഷ്ടപ്പെടുവാൻ സാധ്യതയുണ്ടായിട്ടും സ്വജനത്തിൻ്റെ വിടുതലിന് വേണ്ടി രാജസന്നിധിയിൽ ധൈര്യപൂർവ്വം നിലകൊണ്ട ധീരയും കുലീനയുമായ സ്ത്രീ. മനുഷ്യവർഗത്തിൻ്റെ വീണ്ടെടുപ്പിനു വേണ്ടി യേശുക്രിസ്തു ക്രൂശുമരണം ഏറ്റതുപോലെ യഹൂദന്മാരുടെ വിടുതലിനു വേണ്ടി സ്വയത്യാഗത്തോടെ എസ്തേർ പ്രവർത്തിച്ചു. മറിയയും എലിസബത്തും. ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്കുപോലെ ഭവിക്കട്ടെ എന്ന് പറഞ്ഞ് നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന് ജനിക്കുവാൻ തൻ്റെ ജീവിതത്തെ ദൈവസന്നിധിയിൽ താഴ്ത്തി ഏൽപ്പിച്ചു കൊടുത്ത മറിയ. തൻ്റെ സ്വന്തം പുത്രനെ ലോകത്തിൻ്റെ പാപപരിഹാര ബലിയായി സമർപ്പിച്ച ത്യാഗത്തിൻ്റെ നിറകുടം. മറിയയുടെ വന്ദനം എലിസബത്ത് കേട്ടപ്പോൾ പിള്ള അവളുടെ ഗർഭത്തിൽ തുള്ളി. യേശുവിൻ്റെ വഴിയൊരുക്കത്തെക്കുറിച്ച് പറഞ്ഞ യോഹന്നാന് ജന്മം കൊടുത്ത എലിസബത്ത് ദൈവസന്നിധിയിൽ നീതിയുള്ളവളും കർത്താവിൻ്റെ സകല കൽപ്പനകളിലും കുറ്റമില്ലാത്തവളുമായിരുന്ന ഉത്തമ സ്ത്രീ. യേശു ഏറ്റവും അധികം സ്നേഹിച്ച ബഥാനിയയിലെ ലാസറിൻ്റെ സഹോദരിമാരായ മാർത്തയും മറിയയും. യേശുവിൻ്റെ പാദപീഠത്തിലിരുന്ന് എപ്പോഴും യേശുവിൻ്റെ വചനം കേട്ട് നല്ല അംശം തിരഞ്ഞെടുത്ത മറിയ. മാർത്ത പലതിനെ ചൊല്ലി വിചാരപ്പെട്ടും വ്യാകുലപ്പെട്ടും മനം കലങ്ങിയിരുന്നു. യേശുവിൻ്റെ സന്ദർശനം അവൾക്ക് അനുഗ്രഹവും ആശ്വാസവുമായിരുന്നു. മാർത്തയുടെ അതിഥി സൽക്കാരം നമുക്കും മാതൃകയാക്കാവുന്നതാണ്. മഗ്ദലക്കാരത്തി മറിയ. യേശുവിനെ ആഴമായി സ്നേഹിച്ച് ശുശ്രൂഷ ചെയ്ത മറിയ. യേശുവിൻ്റെ ക്രൂശീകരണം അവൾ നോക്കിക്കണ്ടു. അവസാനം വരെ അനുഗമിച്ച് മരണസമയത്തും യേശുവിനോടൊപ്പം ഉണ്ടായിരുന്നു. യേശുവിനോടുള്ള സ്നേഹനിമിത്തം സുഗന്ധവർഗവുമായി അതിരാവിലെ ഇരുട്ടിൻ്റെ കഠിനതയെ അതിജീവിച്ചുകൊണ്ട് കല്ല് ആരുരുട്ടി മാറ്റുമെന്ന ചോദ്യം മുൻപിൽ ഉള്ളപ്പോൾ തന്നെ ഒരുക്കത്തോടെ ഓടി കല്ലറയ്ക്കലെത്തി. യേശു ഉയർത്തെഴുന്നേറ്റു എന്നുള്ള സദ്വർത്തമാനം ശിഷ്യന്മാരെ അറിയിക്കുവാൻ മറിയയാണ് യേശു ചുമതലപ്പെടുത്തിയിരുന്നത്. അപ്പോസ്തലന്മാരുടെ അപ്പോസ്തലയായി മാറിയ മറിയ. പ്രതിസന്ധികളെ കണ്ട്, ഇരുട്ടിൻ്റെ കഠിനത കണ്ട് ദൈവം ഏൽപ്പിച്ച നിയോഗത്തിൽ നിന്ന് പിന്മാറാതെ മുന്നേറുവാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ലാവണ്യം വ്യാജവും സൗന്ദര്യം വ്യർത്ഥവുമാകുന്നു, യഹോവ ഭക്തിയുള്ള സ്ത്രീയോ പ്രശംസിക്കപ്പെടും. ക്രിസ്തീയ ജീവിതത്തിൽ സഹോദരിമാർ അനുഷ്ഠിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് തീത്തോസിന് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവർ ഭർത്തൃപ്രിയന്മാരും പുത്രപ്രിയന്മാരും സുബോധവും പാതിവൃത്യമുള്ളവരും വീട്ടുകാരെ നോക്കുന്നവരും ദയയുള്ളവരും ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെടുന്നവരും നന്മ ഉപദേശിക്കുന്നവരും ആയിരിക്കണം. സദൃശവാക്യം 12-ാം അധ്യായം 4-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: സാമർഥ്യമുള്ള സ്ത്രീ ഭർത്താവിനൊരു കിരീടം. പ്രിയ സഹോദരീ സഹോദരന്മാരെ, ഈ കാലഘട്ടത്തിൽ സുവിശേഷ വേലയിൽ പോരാടി നല്ല പ്രാർത്ഥനാ ജീവിതം നയിച്ച് കർത്താവിൽ നിന്ന് നല്ല സാക്ഷ്യം ലഭിച്ചവരായി രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും നശിക്കുന്നവരുടെ ഇടയിലും ദൈവത്തിനും ക്രിസ്തുവിനും സൗരഭ്യവാസനായി തീർന്ന് ചരിത്ര പുസ്തകത്താളുകളിൽ നമ്മുടെ പേരുകളും രേഖപ്പെടുത്തേണ്ടതിന് ദൈവകരങ്ങളിൽ നമ്മെ തന്നെ താഴ്ത്തി സമർപ്പിക്കാം. അതിന് ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.
മുട്ടിപ്പായി പ്രാർത്ഥിക്കും, മുഖം മറയ്ക്കാതവൻ ഉത്തരം നൽകും. മുട്ടിന്മേൽ നിന്നിടും, മുട്ടിപ്പായി പ്രാർത്ഥിക്കും, മുഖം മറയ്ക്കാതവൻ ഉത്തരം നൽകും. എത്ര നല്ലവൻ അവൻ, എന്നും വിശ്വസ്തൻ, തലമുറയാ